വനിതാ കമ്മീഷൻ കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ കേസ് ഞാൻ അത് ലീഗലായി ഞാൻ പരിശോധിക്കാം. എനിക്കറിയില്ല എന്താ ചാർജ് എന്നറിയില്ല. ഈ വന്ന ഫേസ്ബുക്ക് പോസ്റ്റിങ്ങിൻ്റെ അകത്തുള്ള കുറ്റം എന്താണെന്നും എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് വിശദമായ പത്രസമ്മേളനം നാളെ രാവിലത്തേക്ക് വെച്ചിട്ടുണ്ട്. വനിതാ കമ്മീഷൻ എന്ന് പറയുന്ന കമ്മീഷൻ എടുത്ത നടപടിയെക്കുറിച്ച് മാത്രം ഞാനിപ്പോൾ പ്രതികരിക്കുന്നു. അതിനകത്ത് അങ്ങനെ ഒരു ക്രിമിനൽ കേസ് എടുക്കാനുള്ള ഒരു ചട്ടങ്ങളുമില്ല എന്നാണ് എൻ്റെ പരിമിതമായ ന്യായബോധം എന്നോട് പറയുന്നത്. അത് നിയമപരമായി ഞാൻ പരിശോധിച്ചോളാം, നിയമപരമായി നോക്കിക്കോളാം, ലീഗലി ഞാനത് ഫേസ് ചെയ്തോളാം. പക്ഷേ കേരളത്തിലൊരു വനിതാ കമ്മീഷൻ ഉണ്ട് എന്ന് കണ്ടതിൽ വളരെ സന്തോഷം. അതൊരു ആശ്വാസമായി. പി.കെ. ശശി DYFI വനിതയെ പീഡിപ്പിച്ചതിന് അന്വേഷണ കമ്മീഷനായി വെച്ച ടീച്ചറെയാണ്, നമ്മുടെ ടീച്ചറെയാണ്. വനിതാ കമ്മീഷൻ അവിടെ പോയോ? വനിതാ കമ്മീഷൻ അവിടെ എന്തെങ്കിലും നടപടിയെടുത്തോ? ആ കുട്ടി എത്ര തവണ പരാതി കൊടുത്തു? അവസാനം പാർട്ടി അന്വേഷിച്ചു. പാർട്ടി അന്വേഷിക്കാൻ ഏൽപ്പിച്ചത് ഒരു മന്ത്രിയെയും ഒരു MP-യെയുമാണ്. ആദ്യമായിട്ടാണ് പീഡനത്തിൻ്റെ തീവ്രത അളക്കുന്ന മിഷൻ കണ്ടെത്തിയത്. അപ്പോൾ തീവ്രത കുറവാണെന്നാണ് അതിൻ്റെ മിഷൻ്റെ അകത്ത് കിട്ടിയ റിസൾട്ട്. CPM നടത്തുന്നു, CPM അന്വേഷണം നടത്തുന്നു, CPM അന്വേഷണ തീവ്രത കണ്ടെത്തേണ്ട മിഷൻ കണ്ടെത്തുന്നു, പരിശോധിക്കുന്നു. ആ കേസ് വന്നിട്ടും വനിതാ കമ്മീഷൻ അനങ്ങിയിട്ടില്ല. ഞാൻ പറയുന്നത് ഇവിടെ വനിതാ കമ്മീഷൻ ഇടപെടേണ്ടുന്ന കാര്യങ്ങളിൽ ഇടപെട്ടില്ല എന്ന് സൂചിപ്പിക്കാനാണ്. ഏതെല്ലാം കേസുകളുണ്ടായിരുന്നു? വിജയരാഘവൻ നമ്മുടെ ആലത്തൂർ സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനെതിരെ വളരെ മോശമായി 4 വട്ടം സംസാരിച്ചില്ലേ? ഒരു സ്ത്രീയെ അപമാനിക്കുന്നതിനപ്പുറത്ത് എന്തെല്ലാം പറഞ്ഞു? പച്ചയല്ലേ പറഞ്ഞത്? ആ പറഞ്ഞതിനെതിരെ ഈ വനിതാ കമ്മീഷൻ ആണെങ്കിൽ ശ്വാസം വിട്ടുമോ? ഒരു ഔദ്യോഗിക അവർ CPM ആയിരിക്കാം, അവരെ CPM പൊളിറ്റ് ബ്യൂറോ മെമ്പറോ എന്തോ ആവട്ടെ, പക്ഷേ ഇരിക്കുന്ന ഒരു കസേരക്കൊരു മാന്യതയും അന്തസ്സുമില്ലേ വനിതാ കമ്മീഷൻ? ആ കമ്മീഷൻ ഒരു ജനങ്ങളെ ബോധിപ്പിക്കാനെങ്കിലും ആക്ട് ചെയ്യണ്ടേ? CPM-ന്റെ വനിതാ കമ്മീഷനാണ്, സർക്കാരിൻ്റെ വനിതാ കമ്മീഷനല്ല. CPM-ന്റെ വനിതാ കമ്മീഷൻ, CPM-ന്റെ ആളുകൾക്ക് മാത്രം നീതി കൊടുക്കുന്ന വനിതാ കമ്മീഷനാണ് ഈ വനിതാ കമ്മീഷൻ. രാഷ്ട്രീയ പ്രേരിതമാണ് ഈ വനിതാ കമ്മീഷൻ്റെ ഈ കേസെടുക്കൽ. എനിക്കിങ്ങനെ ഒരു കേസെടുക്കാനുള്ള ഒരു വകുപ്പും അതിൻ്റെ അകത്തുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ വക്കീലന്മാരോട് ചോദിച്ചു, അങ്ങനെ എടുക്കേണ്ട കേസെടുക്കേണ്ട ഒരു പ്രൊവിഷൻ അതിൻ്റെ അകത്തില്ല. എനിക്കൊന്നെങ്കിലും ഒരു നോട്ടീസ് തരിക, എന്നോടൊന്ന് ചോദിക്കുക, എൻ്റെ അഭിപ്രായം ഒന്നറിയുക. വനിതാ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ എന്താ തൂക്കിക്കൊല്ലാൻ പോകുന്ന കമ്മീഷനാണോ? PC ജോർജ് പറഞ്ഞ പോലെ ഒന്നല്ലല്ലോ. അത് നമുക്ക് വെച്ച് കാണാം. വനിതാ കമ്മീഷന്റെ രാഷ്ട്രീയം കോടതിയിൽ വെച്ച് നമുക്ക് പരസ്പരം കാണാം. സ്ത്രീകളെ പരസ്യമായി അപമാനിച്ചു. എന്താ അപമാനം? വീഡിയോ പ്രചരിപ്പിച്ചു. അപമാനം എന്താണ് എന്ന് നിങ്ങൾ ആ വാക്ക് പറയൂ. അപമാനിച്ച വാക്കെന്താ? അവൾ പോയിട്ട് ഒരു കാര്യവുമില്ല, എന്നാൽ അവൻ ആൺകുട്ടിയാണ്, അവൻ പോയ അതിലെന്താ അപമാനം? ഒരു കാര്യത്തിന് പോയ സ്ത്രീകൾ എന്ന് പറഞ്ഞിട്ടില്ല. അവൾ ഒരാൾ. இந்த രാജ്യത്തുള്ള സ്ത്രീകളെല്ലാം ബഹുവചന. അവളാന്ന് പറയുന്ന ഒരാളാണ്. ആ ഒരാളെ കുറിച്ചാ പരാമർശം. വനിതകളെ കുറിച്ചോ വനിതാ സമൂഹത്തെ കുറിച്ചോ അല്ല. അവൾ നമ്മുടെ കണ്ണൂരിലെ ഒരു കൊളോക്കിയൽ ലാംഗ്വേജിൽ ഈ അവൾ ഓള് എന്നാ പറയാ. അവളെന്നുമല്ല, ഓള്, ഓൻ. ഇതൊക്കെ പണ്ട് നായനാർ സ്ഥിരമായി പ്രയോഗിച്ച വാക്കുകളാണ്. ഈ രാജ്യത്ത് ഓക്കും ഓനും ഏറ്റവും പ്രചാരം കൊടുത്തത് EK നായനാരാ. അപ്പൊ അതൊക്കെ നമ്മളെ കണ്ണൂരിലൊരു കൊളോക്കിയൽ ലാംഗ്വേജാ. ആ ലാംഗ്വേജിന്റെ അകത്ത് എന്താ അപമാനം, എന്താ ഇൻസൾട്ടിങ്? ഒരാളെ കുറിച്ചാ പറയുന്നത്. ഒരാൾക്ക് കഴിവില്ല എന്ന് പറഞ്ഞാൽ അത് സ്ത്രീ സമൂഹത്തിനെതിരാണോ? ഞങ്ങൾ പിണറായി വിജയനോട് ചോദിക്കുന്നില്ലേ, കഴിവുകെട്ട മുഖ്യമന്ത്രി, കഴിവുകെട്ട പ്രധാനമന്ത്രി, വർഗീയവാദി പ്രധാനമന്ത്രി, അതുകൊണ്ട് രാജ്യത്തെ എല്ലാ പുരുഷന്മാർക്കും ഇത് ബാധകമാണോ? കഴിവുകെട്ട മന്ത്രി എന്ന് പറഞ്ഞാൽ കഴിവുകെട്ട മന്ത്രിക്കാണത് ബാധകം. ഒരു സ്ത്രീയെ കുറിച്ച് പരാമർശിച്ചാൽ അത് സ്ത്രീക്ക് മാത്രമാണ് പരാമർശം ബാധകം. ഈ രാജ്യത്തുള്ള എല്ലാ സഹോദരിമാർക്കും അത് ബാധകമാണോ? അതേത് നിലമ്പുക? എനിക്ക് ആ ഭാഷ ഒന്ന് പഠിക്കണം. എവിടെയാണ് നിങ്ങൾ ഇതിൻ്റെ അകത്ത് സ്ത്രീ പീഡനം എന്താ സ്ത്രീ വിരോധം നിങ്ങൾ കണ്ടെത്തിയത്? ഏത് വാക്കിലാ? എന്ന് പറഞ്ഞ വാക്കാണോ? അതിവിടുത്തെ കൊളോക്കിയൽ ലാംഗ്വേജാ. അവളെന്ന് പറഞ്ഞാലും തെറ്റില്ല. ഒരാളെ കുറിച്ചാ പരാമർശം, ഒരു വ്യക്തിയെ കുറിച്ചാ. അതിലെന്താ കിടക്കുന്നത്? അതൊന്നും എതിർ സ്ഥാനാർത്ഥികൾ എന്തെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. അതെല്ലാം സ്ത്രീ വിരോധവും പുരുഷ വിരോധമാണോ? അലിഗേഷൻ പൊതുരംഗത്ത് നിൽക്കുമ്പോൾ അലിഗേഷൻസ് ഉണ്ടാവില്ലേ? കഴിവുകെട്ടവരാന്ന് പറയില്ലേ? MP 5 കൊല്ലം ഭരിച്ച MPക്ക് കഴിവുകേടാണ് എന്ന് പറയില്ലേ? MP-യുടെ പ്രസംഗം കേട്ടാൽ MPക്ക് അത് പറയുന്ന മനസ്സിലാവില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ആർക്ക് മനസ്സിലാവുന്നില്ലേ? MP-യുടെ പാർലമെന്റ് പ്രസംഗം കേട്ടാൽ അവക്കതൊന്നും കേട്ടത് മനസ്സിലായിട്ടില്ല എന്ന് പറയുന്നത് ഒരുപക്ഷെ അതായിരിക്കാം സൂചിപ്പിച്ചത്. അത് കേട്ടാൽ എല്ലാവർക്കും തോന്നുന്നൊരു സത്യമല്ലേ അത്?
ആ സത്യം സ്ത്രീപീഡനാണോ അല്ലെ സ്ത്രീ വിരോധാണോ? ഒരാൾക്ക് ഉള്ള ക്വാളിറ്റി അല്ലേ പറയൽ, ഇല്ലാത്ത ക്വാളിറ്റി പറയാൻ പറ്റുമോ? ഉള്ള ക്വാളിറ്റി അല്ലേ പറയൽ, ഇല്ലാത്ത ക്വാളിറ്റി എങ്ങനെയാ പറയണത്? അത് പറഞ്ഞില്ല, പിന്നെ നിങ്ങൾക്ക് എന്താ പരാതി? ഇല്ല പറഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് എന്താ പരാതി? അല്ല, അവളെന്ന് പറഞ്ഞാൽ ആരാണ്? നിങ്ങൾ ആരെയാ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ വാട്ട് യു മീൻ? ആരെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അവൾ എന്ന് പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ എങ്ങനെയാ അത് സ്ത്രീ വിരോധാണെന്ന് പറയല്? എനിക്ക് നിങ്ങൾ ചാനലുകാരൻ മറുപടി തരണം. നിങ്ങൾ കുറെ ഇന്നലെ ചർച്ചയൊക്കെ നടത്തിയല്ലോ. ചർച്ച നടത്തിയതിന്റെ പൊരുളെന്താ? നിങ്ങൾ എന്താ അതിനകത്ത് കണ്ടെത്തിയ കുറ്റം? അവളെന്ന് പറഞ്ഞാൽ എന്താ തെറ്റ്? ആര്യാക്കെ നിങ്ങൾക്ക് എന്താ? ആരെയും പറഞ്ഞിട്ടില്ലല്ലോ, പേര് പറഞ്ഞിട്ടില്ലല്ലോ അതിനകത്ത്. നിങ്ങൾ എന്തിനാ എനക്കാത് ബാധകം എന്ന് പറഞ്ഞ് പുറപ്പെടുന്നത്? ഞങ്ങളൊരു പൊതു തത്വം പറഞ്ഞത്, നിങ്ങൾ എന്തിനാ എനക്ക് എന്റെ തലക്കാത്തത് യോജിക്കുന്നത് എന്ന് നിങ്ങൾ എന്തിനാ സ്വയം പറയാൻ നിൽക്കുന്നത്? നമ്മൾ ആരെ പേരും പറഞ്ഞിട്ടില്ല. അതൊരു പരാമർശം വന്നത് സ്ത്രീവിരുദ്ധമല്ല, ഒരിക്കലും സ്ത്രീവിരുദ്ധമല്ല. ഒരു സ്ത്രീക്ക് കഴിവില്ല എന്ന് പറയുന്നത് ഒരു സ്ത്രീവിരുദ്ധമല്ല, അത് കഴിവില്ലാത്തത് കൊണ്ടാ. അതിന് ഉപോത്ബലകമായ കാരണങ്ങൾ ഉണ്ടാകും. അത് പറയാനെടുക്കാം, ബോധിപ്പിക്കാനെടുക്കാം, ഞാൻ ബോധിപ്പിക്കും. വരട്ടെ കോടതിയിൽ, അപ്പൊ നമുക്ക് അവിടെ കാണാം. ഒരിക്കലും ജാഗ്രത കുറവ് ഉണ്ടായിട്ടില്ല. ഞാനല്ല ചെയ്തത്, അത് പറയാ. ഞാനിപ്പോ ഇത് ന്യായീകരിക്കുന്നത് ഞാൻ ചെയ്ത കൊണ്ടല്ല, ഞാൻ ചെയ്തതല്ല. ഇതിനകത്ത് ഞാൻ ആൺകുട്ടിയെ എന്നെ കുറിച്ചാ പറഞ്ഞില്ലല്ലോ. ആൺകുട്ടി തന്നെയല്ലേ, അവൾ തന്നെയല്ലേ, പെണ്ണ് തന്നെയല്ലേ. ഇതിൽ ഞാൻ ചോദിക്കുന്നത് പുരുഷ വിരോധോ സ്ത്രീ വിരോധോ ഇത് ഏത് വാക്കിലാ? അതൊന്ന് ബോധ്യപ്പെടുത്തന്നെ. സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ ഉള്ള ഒരു പാർട്ടി ഈ രീതിയിൽ സംസാരിക്കുന്നത്, അവൾ എന്ന് പറയുന്ന അവൾ പോയാലൊന്നും നടക്കില്ല എന്നൊരു പറയുന്നത് എന്താ നമ്മൾ പറയുന്നുണ്ടല്ലോ, എത്രയോ ആളുകളെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. സ്മൃതി ഇറാനിയെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ടല്ലോ, അവളെ കൊണ്ട് ചുക്കും ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ടല്ലോ. നമ്മളിപ്പോൾ ടീച്ചറെ കൊണ്ട് നമ്മൾ പറഞ്ഞല്ലോ, 5 കൊല്ലം ടീച്ചർ ഒരു ചുക്കും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞല്ലോ. അതിലെന്താ? നമ്മളെ പേര് പറഞ്ഞിട്ട് പറയുന്നുണ്ടല്ലോ, പിന്നെ പേര് പറയാതെ പറഞ്ഞാൽ എന്താ കുഴപ്പം? ഞങ്ങൾ ടീച്ചർ 5 കൊല്ലം ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഞങ്ങൾ ആണയിട്ട് പ്രസംഗിക്കുന്നു. രാജ്യത്തുടനീളം എഴുതി വെച്ച എല്ലാ നേട്ടങ്ങളും ആരാനൊക്കെ തുടങ്ങി വെച്ച നേട്ടങ്ങളാണ്. അവരൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് നമ്മൾ പച്ചയായി പറയുന്നുണ്ട്. ഇവിടെ പേര് പോലും പറഞ്ഞിട്ടില്ല, പച്ചയായി പേര് പറഞ്ഞിട്ട് ഇത്രയും കാലം പ്രസംഗിച്ച് നടന്നില്ലേ? അത് നിങ്ങൾക്ക് സ്വീകരോധല്ലേ? ഓളെ പഠിപ്പിച്ച് ടീച്ചറാക്കി എന്ന് പറയുന്ന പ്രയോഗം, ഓളെ പഠിപ്പിച്ച് ടീച്ചറാക്കിയതാണ് കുഴപ്പം എന്ന് പറയുന്നതോ? അത് ടീച്ചറാക്കുന്നത് അവർ കഥാപാത്രത്തിൻ്റെ ഇതല്ലേ പറയുന്നത്. നിങ്ങൾക്ക് ടീച്ചർ ആരാ? ടീച്ചർ ഇതാരാ ടീച്ചർ? നിങ്ങളിപ്പോൾ ആരും പറയുന്നത് പറയും. ടീച്ചർ സുവേദ ടീച്ചറെ കുറിച്ചാണോ? ആണോ? അല്ല നിങ്ങൾ അത് പിന്നെ പറയാ. എനിക്ക് നിങ്ങൾ ആദ്യം നിങ്ങളെ ന്യായീകരണം എന്താ എനിക്ക് കേൾക്കണം, എന്നിട്ട് വേണം എനിക്ക് പറയാൻ. ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാനിത് കാണുന്നത് വിവാദമായപ്പോഴാണ് ഞാനിത് അറിയുന്നത്. എന്നെ ആദ്യം വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഞാനിത് നോക്കുന്നത്. എൻ്റെ ഫേസ്ബുക്കിലാണ് അഡ്മിൻ പേര് ഉണ്ടാവുമല്ലോ, ഒരു ഫേസ്ബുക്കിൽ അഡ്മിന്മാരുണ്ടാവുമല്ലോ. അഡ്മിന്മാർ ചെയ്താൽ പോരെ, അത് ഞാൻ അറിയണമെന്നൊന്നുമില്ലല്ലോ. പക്ഷേ അറിയണമെന്നില്ല. പക്ഷെ നിങ്ങൾ ഉയർത്തിക്കാട്ടിയ ഈ അലിഗേഷൻസിൻ്റെ പൊള്ളത്തരം ആദ്യം ജനങ്ങളെ ബോധിപ്പിച്ചിട്ട് വേണം അതിൻ്റെ സത്യം എനിക്ക് നിങ്ങളോട് പറയാൻ. ഞാൻ ഇതിൻ്റെ അകത്ത് ഞാൻ ഒരു കാലത്തും സ്ത്രീ സമൂഹത്തെ അപമാനിക്കുന്ന ഒരുത്തനല്ല. ഇന്ന് വരെ ഒരു സ്ത്രീ സമൂഹത്തിൽ ഒരാളെ മനസ്സ വാച കർമ്മണ ഞാൻ അപമാനിക്കുകയില്ല. എൻ്റെ രാഷ്ട്രീയ ക്രെഡിബിലിറ്റി അറിയുന്ന എല്ലാ ആളുകൾക്കും അതറിയാം. എന്നെ സ്നേഹിക്കുന്ന, എന്നെ കാണുമ്പോൾ എന്നെ ബഹുമാനിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് വനിതകൾ കേരളത്തിലുണ്ട്. ഒരാൾക്കും ഇന്ന് വരെ സുധാകരൻ ഇങ്ങനെ ഒരു സ്ത്രീ വിരോധിയാണ് എന്ന് തോന്നിയിട്ടില്ല. അല്ലതാനും. പക്ഷേ ഈ പറയുന്ന അലിഗേഷൻസ്, ഞാൻ ഒരുപാട് അലിഗേഷൻസ് അതിജീവിച്ച് വന്നവനാ. ഇത് എവിടെ നിന്നുണ്ടായതാണ് ഈ അലിഗേഷൻസ് എന്ന് എനിക്കറിയാം. ഇത് ദേശാഭിമാനിയിൽ നിന്ന് ഉയർന്നു വന്നതാണെന്ന് എനിക്കറിയാം. അവിടെ ചുറ്റും അതിന് ചർച്ച നടക്കുമ്പോൾ എനിക്കറിയാം. ഇനി ഒന്നും കൂടെ നിങ്ങളുടെയൊക്കെ പറയാം, 19-ാം തീയതി 20-ാം തീയതിക്കുള്ളിൽ ഒരു പക്ഷേ എനിക്കും അതുപോലെ തന്നെ തൃശ്ശൂരിലെ MP സ്ഥാനാർത്ഥി TN പ്രതാപനുമെതിരെ അവർ എന്തോ ബോംബ് പൊട്ടിക്കാൻ പോകുന്നു എന്നൊരു വാർത്ത ഉള്ളിലൂടെ കിട്ടുന്നുണ്ട്. പൊട്ടുമ്പം അതിൻ്റെ സ്മോക്ക് അനുസരിച്ച് തീവ്രത നോക്കാം, ആ തീവ്രത പരിശോധിക്കാം നമുക്ക്. അതുകൊണ്ട് ഞാൻ വേറെ ഒന്നും ഞാൻ പറയുന്നില്ല. ഇപ്പോൾ ഞാൻ ആരെയും അപമാനിക്കാനുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റിങ്ങും നടത്തിയിട്ടില്ല. ഒരു സംഭവത്തെക്കുറിച്ച് ഒരു കുടുംബത്തിലെ അംഗങ്ങൾ പരസ്പരം സംസാരിക്കുന്നതാണ് ചർച്ചാ വിഷയം. അതിനകത്ത് ആരെയും അപമാനിച്ചിട്ടില്ല. അവൾ എന്ന് പറയുന്നത് ഒരാളെക്കുറിച്ചാണ്, ഒരാളെക്കുറിച്ചാണ്, സ്ത്രീ സമൂഹത്തെക്കുറിച്ചല്ല. ആ ഒരാളെക്കുറിച്ച് മാത്രം പറഞ്ഞ കഥയാണ്. ആ പറഞ്ഞതിൻ്റെ അകത്ത് തെറ്റുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. തെറ്റുണ്ടെങ്കിൽ ഞാനത് വേണ്ട പോലെ സമൂഹത്തോട് വേണ്ട പോലെ ഞാൻ പ്രതികരിക്കും. ഞാൻ ഒന്നും കൂടെ ഇത് പരിശോധിക്കട്ടെ, പഠിക്കട്ടെ, എന്നിട്ട് പറയാം. നാളെ ഇതിനെക്കുറിച്ച് ഞാൻ പത്രസമ്മേളനം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. നാളെ പത്രസമ്മേളനത്തിൽ ബാക്കി പറയാം. അല്ല, അതൊക്കെ പിന്നത്തെ കാര്യം, അത് ആലോചിച്ചിട്ട് പറയാം.